രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന വി ഡി സതീഷിനെതിരെയും കൊച്ചിയിൽ പ്രതിഷേധമുണ്ട്. അവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നേറുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാണെങ്കിലും കൊച്ചിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയാണ് വി ഡി സതീഷിനെതിരെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം. വി ഡി സതീശന്റെ കൊച്ചിയിലെ ഓഫീസിലേക്കാണ് മാർച്ച് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാലും പറവൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരമ്പി എത്തുന്നതെന്ന് തോന്നുന്നാലും പോലീസ് അവിടെ ഉണ്ട്. വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നു. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന ആരോപണം. അതിൽ നേരത്തെ നമ്മൾ കോഴി കൊണ്ടുള്ള പ്രതിഷേധമൊക്കെ BJP-യുടേത്, ഇവിടെയും കോഴിയൊക്കെ ഉണ്ട് കയ്യിൽ. എന്നാണെങ്കിലും അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒപ്പം വി ഡി സതീഷിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വസതിയിലേക്കാണ് അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചെയ്തു. നവമി, തൊട്ടു മുമ്പാണല്ലോ വി ഡി സതീഷിന്റെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. അത് എന്തായിരുന്നു പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത്? എന്തൊക്കെ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്? സമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചുവെങ്കിലും ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് പ്രതിഷേധക്കാർ വി ഡി സതീശന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. ഒപ്പം ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ജീവനക്കാരെ പൈപ്പ് കൊണ്ട് അടിച്ച് അവരുടെ തലയ്ക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. 3 ജീവനക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് വി ഡി സതീശനാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കോഴിയെയും പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന വി ഡി സതീശനും രാജിവെക്കണമെന്നായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആവശ്യം. പ്രതിഷേധം കനത്തതോടെ പോലീസ് പ്രവർത്തകരെ മാറ്റുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വി ഡി സതീശന്റെ ഫ്ലെക്സ് കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തി. ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വലിയ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പോലീസ് വലിയ പ്രയാസപ്പെട്ടാണ് ഇരു വിഭാഗക്കാരെ പിരിച്ചുവിട്ടത്. ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ ഗതാഗത തടസ്സം കൂടി ഉണ്ടായിട്ടുണ്ട്. റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറിയപ്പോൾ പോലീസ് അതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞിട്ടും വേണ്ട പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിരുന്നില്ല, വേണ്ട പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോലീസുകാരെ പ്രവർത്തകർക്ക് സഹായം നൽകിയെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. എന്തായാലും ഇതിന് വീണ്ടും ഒരു പ്രതിഷേധം എന്ന രീതിയിൽ വൈകുന്നേരം 6 മണിക്ക് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും വി ഡി സതീശന്റെ ഓഫീസിലേക്ക് നടന്നത്. ഓഫീസിന്റെ ഉള്ളിലേക്ക് പ്രവർത്തകർ ചാടിക്കടക്കുകയും വലിയ പ്രയാസപ്പെട്ടാണ് പോലീസ് ഇവരെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തത്. ഉന്തും തള്ളിനും 3 പ്രവർത്തകർക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഒരാളുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ കണ്ടത്. രാവിലെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. എന്നാലും രാഹുൽ മാങ്കൂട്ടം
ഇനി MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു. വി ഡി സതീശനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തായാലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോൾ പറവൂരിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോർഡില് പ്രതിപക്ഷ നേതാവിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തോ റൈറ്റ്. കോഴിക്കോടും സമാനമായിട്ടുള്ള പ്രതിഷേധം നേരത്തെ നടന്നു. വി ഡി സതീഷിനെതിരെ, ഷാഫി പറമ്പിലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പേർക്കെതിരെയായിരുന്നു പ്രതിഷേധം. അത് കോഴിക്കോടും ഉണ്ടായി. കോഴിക്കോടും അത്തരത്തിലൊരു വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. തൊട്ടു മുമ്പാണ് ഇപ്പോൾ വി ഡി സതീഷിന്റെ ഓഫീസിലേക്ക് അവിടെ പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐ. റൈറ്റ്. പാലക്കാടും അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. BJPയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായി. കോഴിയും പിടിച്ചാണ് അത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. അതിൽ വനിതാ പ്രവർത്തകരുണ്ട്. കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവമൊക്കെ. വലിയ പ്രതിഷേധം. അത് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ കാര്യമായ തോതിൽ ഉന്നയിക്കുകയാണ് മറ്റ് പാർട്ടികൾ. പാലക്കാട്, കോഴിക്കോട്, കൊച്ചിയിൽ, പറവൂരിൽ വി ഡി സതീഷിന്റെ ഓഫീസിന് മുന്നിൽ അങ്ങനെ വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതിഷേധം കനക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ഒപ്പം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. എന്താണെങ്കിലും ഇത് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക്, രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചവർ എന്തുകൊണ്ട് പോലീസിൽ പോകുന്നില്ല എന്നായിരുന്നു പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നു. ഒപ്പം പ്രതിഷേധങ്ങൾ തുടരുകയും ചെയ്യുന്നു. രാജി ആവശ്യപ്പെട്ടില്ല. ധാർമ്മിക ശരി മുന്നിൽ കണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അങ്ങനെ കൃത്യമായി വ്യക്തമായി ഒരു മറുപടി ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തേണ്ട സാഹചര്യം. മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരിയായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. അധികവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നത് ശബ്ദരേഖ ഉൾപ്പെടെ അത് ചമച്ചതാണ്. ഇക്കാലഘട്ടമല്ലേ, എന്തും ക്രിയേറ്റ് ചെയ്യാമല്ലോ എന്നുള്ള നിലപാടൊക്കെയാണ് രാഹുൽ എടുത്തത്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന്, ഒരു ജനപ്രതിനിധിക്ക് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. ആ മറുപടി ഇല്ലാതെ പോയി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന്. ഇനി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് രാവിലെ പ്രതികരിച്ചത് കാത്തിരുന്നു കാണാം എന്നായിരുന്നു. രാജി അത് സ്വന്തം തീരുമാനം വേണമെന്നായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ